ഹായ് ഗൈസ്, ചൂസിങ് യുവർ കരിയർ ഫാംഡി വേണോ വേണ്ടയോ, അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ പറഞ്ഞു വന്നതൊക്കെ നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നാട്ടിലൊരു അവസരവും ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോകുമ്പോൾ പൊതുവെ അവർ പറയുന്ന വേറൊരു കാര്യം, നിങ്ങൾ എന്തിനാ നാട്ടിൽ നിൽക്കണം, നിങ്ങൾ പുറത്ത് പോകൂ, നിങ്ങൾ എബ്രോഡ് പോകൂ, നിങ്ങൾ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യൂ, നിങ്ങൾക്ക് അപ്പോൾ സ്കോപ്പ് കിട്ടും, കോപ്പ് കിട്ടും. എനിക്കിങ്ങനെ പറയുന്നതിൽ ആക്ച്വലി ഐ എം പ്രിറ്റി സാഡ് സെയിങ് ഓൾ ദിസ്, പക്ഷേ ഇതാണ് റിയാലിറ്റി. സോ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് റെക്കഗ്നീഷൻ എന്ന് പറയുന്നൊരു കാര്യമേ ഇല്ല. നമ്മൾ പഠിച്ച ഇത്രയും ഒരു വർഷം ഒരു 2.5 ലക്ഷം രൂപ നിങ്ങൾ വേണ്ട 2.25 ലക്ഷം രൂപ നിങ്ങൾ കൂട്ടുക. അങ്ങനെ 6 ഇയേഴ്സ് വരുമ്പോൾ 2 ലക്ഷം വെച്ചാണെങ്കിലും ഒരു 12 ലക്ഷം ആയോ, പിന്നുള്ള ബാക്കിയോ? അപ്പം അത് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റൽ ഫീസ് പോലും തികയാത്തൊരു സാധനമാണ്. അപ്പം അതാണ് റിയാലിറ്റി. ബിഹൈൻഡ് ഓൾ ദ സ്ട്രഗിൾസ് നമുക്ക് കിട്ടാൻ പോകുന്ന റിയാലിറ്റി ഇതാണ്. സോ അതെനിക്ക് പറഞ്ഞു തരണം എന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത കാര്യം, ഇന്ത്യയിൽ റെക്കഗ്നീഷൻ ഇല്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. റെക്കഗ്നീഷൻ എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ കിട്ടത്തില്ല. പിന്നെ ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവും എടുത്തിട്ടില്ല. ഇന്ത്യയിൽ ഫാംഡി തുടങ്ങിയ സമയം തൊട്ട് ഇന്ന് വരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു നമ്മുടെ ഒരു സംഘടന, ഒരു ഗവൺമെൻറ് സൈഡിൽ നിന്ന് പോലും ഇല്ലെന്തോ, എനിക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി, കാരണം അങ്ങനൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഫാംഡി അസോസിയേഷൻ ഓഫ് വെസ്റ്റ് ബംഗാൾ, ഫാംഡി അസോസിയേഷൻ കേരള എന്നൊക്കെ പറഞ്ഞ കുറേ സാധനം ഉണ്ടെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ജോലി തരാൻ, നമുക്ക് നമ്മളെ റെക്കഗ്നേഷൻ ഉണ്ടാക്കിയെടുക്കാൻ, നമുക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തരാനൊന്നും ഒന്നിനും കഴിഞ്ഞിട്ടില്ല. അതൊരു ശരിക്കുമുള്ളൊരു റിയാലിറ്റിയാണ് ഗൈസ്. പിന്നെ ഗവൺമെൻറ് സെക്ടറിൽ ജോലിയില്ല, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ജോലി ഉണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, അവസ്ഥ വളരെ പരിതാപകരമാണ്. സാലറിയോ ഗ്രോത്തോ എക്സ്പോഷറോ ഒന്നും ഇല്ലാത്ത അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഈ ഒരു സാധനം ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്, കാരണം ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുവാണ്. ഇനിയിപ്പോൾ കേരളത്തിന് പുറത്തോട്ട് നിങ്ങൾ ട്രാവൽ ചെയ്തോ, കേരളത്തിന് പുറത്ത് ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും എടുത്തോ, ഇവിടുത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അവിടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. ഇതിനൊരു ഓൾ ഇന്ത്യ കൈൻഡ് ഓഫ് ഒരു രജിസ്ട്രേഷൻ ഇല്ല. ഇതിന് സ്റ്റേറ്റ് വൈസ് ആണ് രജിസ്ട്രേഷൻ. ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് KSPC ഇല്ല, കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലാണ് എൻ്റെ രജിസ്ട്രേഷൻ. ഇതിനൊരു ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ പോലൊരു സാധനം ഉണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്, അതിൻ്റെ ഒരു ലോജിക്കൽ സൈഡോ ഒരു പ്രാക്ടിക്കാലിറ്റിയോ എനിക്കറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുവാണ്, ഇതൊരു ഓൾ ഇന്ത്യ ഒരു രജിസ്ട്രേഷൻ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഒറ്റ രജിസ്ട്രേഷൻ കൊണ്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം എന്നുള്ളൊരു സ്കീം വന്നിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ അതും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പിന്നെയും വാങ്ങിച്ചെടുക്കാനുള്ളൊരു പദ്ധതിയാണ്. തമിഴ്നാട്ടിൽ ജോലിയാണെങ്കിൽ തമിഴ്നാട് രജിസ്ട്രേഷൻ എടുക്കുക, കർണാടകത്തിൽ ജോലിയാണെങ്കിൽ കർണാടക രജിസ്ട്രേഷൻ എടുക്കുക, പഞ്ചാബിൽ പോകണമെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ എടുക്കുക. അല്ലാതെ ഒരു ഓൾ ഇന്ത്യ ഒരു രജിസ്ട്രേഷൻ തന്നിരുന്നെങ്കിൽ അത് പോസിബിൾ ആണോ, ഞാൻ പറഞ്ഞ മണ്ടത്തരാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങ് പറയാം. നമുക്ക് പൂനെയിലും ചെന്നൈയിലും ഒക്കെ എനിക്ക് ജോലി കിട്ടിയിട്ട് നമുക്ക് പ്രാക്ടിക്കലി അതങ്ങനെ പോസിബിൾ അല്ല. കാരണം ഈ രജിസ്ട്രേഷൻ എടുത്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സമയം എടുക്കും. പിന്നെ ഇന്ത്യയിലൊരു കാലതാമസം അറിയാമല്ലോ, അപ്പം സമയം നല്ലതായിട്ട് എടുക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു നോട്ടീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 30 days. ഇതിനുള്ളിൽ നമുക്ക് അവിടെ പോയി ഇവിടെ പോയി അതൊന്നും പറ്റത്തില്ല, നമ്മുടെ എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് വരും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി ദറ്റ് നോ ബഡി ഇസ് ഗോണ ടോക്ക് അബൌട്ട്. ഇതുവരെ ആരും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല, ഇനി സംസാരിക്കുമോ എന്ന് അറിയത്തില്ല. പിന്നെ അതാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ അവസ്ഥ ഇങ്ങനെയാണ്, ഇന്ത്യയിൽ പൊതുവെ ഉള്ള അവസ്ഥയും ഞാനിപ്പോൾ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നല്ല ടീച്ചിങ് ഫീൽഡിലോട്ട് പോകണം. ടീച്ചിങ് ഫീൽഡിലോട്ട് പോകുമ്പം അത്യാവശ്യം ഒരു 30K ഒക്കെയാണ് കേരളത്തിന് പുറത്തുള്ളൊരു സാലറി എന്ന് പറഞ്ഞാൽ ഫോർ ഫ്രഷേഴ്സ്. കേരളത്തിനകത്തുള്ള സാലറി എനിക്കറിയത്തില്ല, വളരെ കുറവാണെന്നാണ് എന്നെ പഠിപ്പിച്ച മിസ്സുമാർ, പിന്നെ എൻ്റെ ഒക്കെ തന്നെ എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ ടീച്ചിങ് പ്രൊഫഷൻ എടുത്തവർ പറഞ്ഞത് അങ്ങനെയാണ്. അതും വലിയൊരു സംഭവമൊന്നുമില്ല. പിന്നെ അവിടെ ആണെങ്കിൽ നമ്മൾ PhD ചെയ്യണം, എക്സ്പീരിയൻസ് അനുസരിച്ചാണ് അവിടെ ഒരു ഗ്രോത്ത്
വരുന്നത്. അല്ലെങ്കിൽ ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറയുന്ന മേഖലയിൽ CRO, നേരത്തെ ഞാൻ പറഞ്ഞ ഫാർമക്കോ വിജിലൻസ്, ക്ലിനിക്കൽ റിസർച്ച് അസോസിയേറ്റ്, CRA, അതുപോലെ അങ്ങനെ കുറേ മെഡിക്കൽ കോഡിംഗ്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അതിലും അവസ്ഥ വളരെ ശോചനീയമാണ്. എന്ന് വെച്ചാൽ ഇതിനൊക്കെ വേക്കൻസീസ് ഇൻടേക്കൊക്കെ വരുന്നത് വളരെ അപൂർവമാണ്. അഥവാ വന്നാലും അവർക്കൊക്കെ വേണ്ടത് എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെയാണ്. അതൊരു പോയിന്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കമ്പനി സൈഡിലോട്ട്, കോർപ്പറേറ്റ് സൈഡിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പം അതിനകത്ത് എയ്തർ BPharm ഓർ PharmD ഓർ എനി ലൈഫ് സയൻസ് ഗ്രാജുവേറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഇത്രയും ഗ്രൂപ്പിലുള്ള അത്രയും ആൾക്കാർക്കും കൊടുക്കാം. ദർ ഇസ് നോ പർട്ടിക്കുലർ തിങ് ദാറ്റ് ഓൺലി PharmD can apply, അല്ലെങ്കിൽ ഓൺലി ദിസ് പ്രൊഫഷൻ എടുത്ത ആൾക്കാർക്ക് ഓൺലി BPharm can apply. അങ്ങനത്തെ ഒരു സാധനമില്ല കോർപ്പറേറ്റിൽ. ഒരു PharmD, BPharm, ഈവൻ MBBS, BDS, ലൈഫ് സയൻസ് പഠിച്ച ആർക്കും അപ്ലൈ ചെയ്യാം. അങ്ങനത്തെ ഒരു സാധനമാണ് അവിടെ കിടക്കുന്നത്. അപ്പം അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്കോപ്പ് കുറയുവാണ്. ഞാൻ പറഞ്ഞില്ലേ 2008 FarmD എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. ഈ 2008 തുടങ്ങി ഇപ്പം 2028 ആവാൻ ഇനിയും 2 വർഷം കൂടെ എന്തോ ഉള്ളൂ. അപ്പം 2008 2018 ഇപ്പം 2026 ആണിത്. ഒരു 20 years ഓൾമോസ്റ്റ് ആവാൻ പോകുന്നു. എന്നിട്ട് പോലും ഇവർ ഈ പറഞ്ഞ ഒരു ഗ്രോത്തോ, ഇവർ ഈ പറഞ്ഞ ഒരു ഫേക്ക് പ്രോമിസസോ, ഇവർ പറഞ്ഞ ഒരു സാധനവും FarmD എന്ന് പറയുന്നൊരു കരിയറിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ ഇവർ വന്നേക്കുന്ന ഒരു വാഗ്ദാനങ്ങളും ഇവർ പാലിച്ചിട്ടില്ല. എനിക്കറിയാൻ പാടില്ല ഇവർ ഇപ്പം പറയുന്നത് ഫ്യൂച്ചറിൽ ഇവർ PPR എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായത് ഫാർമസി പ്രാക്ടീസ് റെഗുലേഷനിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ അതൊരു ഒരു മാറ്റമായ ഒരു എന്തു പറയുന്ന അങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോഴത്തേക്കും CPസിന് എണ്ണം കൂട്ടണം, CPs ഇല്ലാതെ ഹോസ്പിറ്റലിൽ വർക്കേ ചെയ്യത്തില്ല എന്നുള്ളൊരു കണ്ടീഷൻ വരും. മൈക്രോബിയൽ സ്റ്റുവേർഡ്ഷിപ്പ് പ്രോഗ്രാംസിലും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളിലൊക്കെ അതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് എല്ലാ ഹോസ്പിറ്റലിലും അത് മസ്റ്റാക്കും എന്നൊക്കെ ഇവരിത് കൊണ്ടുവന്ന കാലം തൊട്ടേ ഇതേ സെയിം വാഗ്ദാനങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വായിച്ചതും ഞാൻ കേട്ടതും ഞാൻ കണ്ടതുമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് ഈ 2026 പോലും ഇതിനൊന്നും ഒരു മാറ്റം വന്നില്ല. ഇപ്പോഴും ഇവർ പറയുന്നതെന്ന് വെച്ചാൽ PPR ഫ്യൂച്ചറിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തു, ഫ്യൂച്ചറിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു, നിങ്ങൾ പഠിച്ചിറങ്ങിക്കോളൂ. ഫ്യൂച്ചറിൽ കുറേ സാധനങ്ങൾ കിടക്കുന്നത് കൊണ്ട് തന്നെ, കുറേ സ്കോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ, ഈ എന്താണ് കുറേ സാധ്യതകളുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചോളൂ എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി ഏത് ഗവൺമെൻറ് മാറി വന്നാലും ഏത് കാലഘട്ടമായാലും ഒരു 2050 ആയാൽ പോലും FarmD വിൽ ലൈക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ മാറ്റം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ പഠിക്കുന്നത് എന്തെല്ലാമാണെന്ന്. MBBS ഒരു MBBS ഡിഗ്രി എടുക്കുന്ന ഒരാൾ 5 വർഷം പഠിക്കുമ്പോൾ നമ്മൾ 6 വർഷം പഠിക്കും. അതിൽ അവർ 1 വർഷം ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ നമ്മൾ 1 വർഷം ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്, 6 years പഠിക്കുന്നുണ്ട്. ശരി, അനാട്ടമി നമ്മൾ സൂപ്പർഫിഷ്യലായിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ പോലും, സൂപ്പർഫിഷ്യൽ ഇൻ ദ സെൻസ് MBBSകാർ കമ്പയർ ചെയ്താണ് ഞാൻ അനാട്ടമിയുടെ കാര്യം പറഞ്ഞത്. പക്ഷേ ഫിസിയോളജി, ബയോകെമിസ്ട്രി, തെറാപ്യൂട്ടിക്സ്, എൻ്റെ ദൈവമേ, നമ്മൾ പഠിക്കാത്തതായിട്ടൊന്നുമില്ല. പ്രാക്ടിക്കൽ as well as തിയററ്റിക്കൽ സ്കില്ല് നമ്മൾ പഠിക്കാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് എന്തോരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, എന്തോരം കാര്യങ്ങളാണ് നമ്മൾ ഏൺ ചെയ്യുന്നത്, എന്തോരം നോളജ് ഉണ്ട്. ശരിക്കും ഏതൊക്കെ രീതിയിൽ നമ്മുടെ ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നറിയാവോ ഹോസ്പിറ്റൽസിന്. പക്ഷേ ഇതൊന്നും അവർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സ്കിൽസ് നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ തിയററ്റിക്കലി ആൻഡ് പ്രാക്ടിക്കലി നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യാൻ, ഇതിൻ്റെ ഒരു ഫുൾ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാനുള്ളൊരു പൊസിഷനോ ഒരു വേക്കൻസിയോ ഒരു കുന്തോ നമുക്കിവിടെ ഇല്ല. കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. പുറത്തോട്ട് പോയാലുള്ള അവസ്ഥ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇതാണ് സംഭവം. ലൈക്ക് ഇല്ല, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരില്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആൾക്കാരില്ല. ഇവർ പറയും നിങ്ങൾ എന്തൊരു കുറഞ്ഞ പൈസയ്ക്ക് പണിയെടുക്കാൻ പോകുന്നു, അതുകൊണ്ടല്ലേ എല്ലാ ഹോസ്പിറ്റലും ഇത്രയും കുറഞ്ഞ പൈസ നിങ്ങൾക്ക് തരുന്നേ, അല്ലെങ്കിൽ നിങ്ങൾ തരുമോ പൈസ?
ഇത്രയും പഠിച്ചിട്ട് നമ്മൾ എന്ത് വേണം, വീട്ടിൽ ഇരിക്കണോ? പൈസ കുറവാണെന്ന് കരുതി വീട്ടിൽ ഇരിക്കണോ? അപ്പോൾ നമ്മുടെ കരിയറിൽ വരുന്ന ഗ്യാപ്പോ നമ്മുടെ എക്സ്പീരിയൻസിൽ വരുന്ന ഗ്യാപ്പോ നിങ്ങൾ തരുമോ പൈസ? ഇല്ല, ആരും തരാൻ പോകുന്നില്ല. ഇവർക്കെല്ലാം പറയാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ കുറഞ്ഞ പൈസയ്ക്ക് സമ്മതിച്ചിട്ടല്ലേ നിങ്ങൾ കൂടുതൽ പൈസ ഡിമാൻഡ് ചെയ്യൂ. അതിനൊരു പ്രോപ്പർ സിസ്റ്റം വേണം. ഇവിടെ ഇപ്പം നേഴ്സസ് സമരത്തിന് പോയി, എത്ര പേര് അവരെ സപ്പോർട്ട് ചെയ്തു. നേഴ്സസ് അല്ലാണ്ട് വേറെ ഒരാളുടെ ഭാഗത്തുനിന്നും ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നില്ല. ഉണ്ട്, പല പല ഹോസ്പിറ്റൽസിലും നേഴ്സസിൻ്റെ പണിയും കൂടെ നമ്മൾ CPs എടുത്തിട്ട് നമുക്ക് അതിൻ്റെ എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരും ഈ പറയുന്ന ഒരു അസോസിയേഷനും ഒരു കൗൺസിലോ ഒന്നും നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നില്ല. നമ്മൾ നിർബന്ധിതരാവുകയാണ്. ഇത്ര പൈസ കിട്ടുന്നുള്ളൂ, നമ്മൾ ജോലിയാണ്, നമുക്ക് എക്സ്പീരിയൻസ് വേണം, പുറത്തു പോകാൻ എക്സ്പീരിയൻസ് വേണം, പുറത്തു പോയി എക്സാം അറ്റൻഡ് ചെയ്യാൻ എക്സ്പീരിയൻസ് വേണം. അങ്ങനെ we are forced to work under this system. We are forced to work in this very low salary. We are forced to work in this very toxic environment. We are forced to work without recognition. We are forced to work. അത്രേ ഉള്ളൂ. നമ്മൾ ആ സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം നമ്മൾ ജോലി ചെയ്തേ പറ്റൂ, അല്ലാണ്ട് എന്തെടുക്കാനാ? സോ അതാണ് ഇന്ത്യയിലെ ഒരു ബേസിക് കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഡോക്ടർ എന്നുള്ളൊരു ഒരു പ്രിഫിക്സ് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് കുട്ടികളുടെ ഈ ഒരു ഇതിലോട്ട് എടുത്തു ചാടുന്നത്. പാരൻസ് ആണെങ്കിൽ പോലും ഇത് പറഞ്ഞിട്ടാണ് പല യൂണിവേഴ്സിറ്റീസും പല കോളേജസും ഒക്കെ നമ്മളെ ക്യാൻവാസ് ചെയ്യുന്നത്. ഇതേ കോളേജസിനെ ഫാംഡി കഴിഞ്ഞ ഒരാൾ, ഓക്കെ ഫാംഡി, ഞാൻ ഇതുപോലെ ഫാംഡി കഴിഞ്ഞതാണ്, നമ്മളിപ്പം ഫാംഡി ഓക്കെ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു കോളേജിൽ നമ്മൾ വിളിക്കുവാണേ, ഹലോ ഇതുപോലെ ഫാംഡിനെ പറ്റി തിരക്കാൻ വിളിക്കും. അപ്പോഴത്തേക്കും അവർ തരുന്ന വാഗ്ദാനങ്ങളും അവർ തരുന്ന പ്രോമിസസും, എൻ്റെ ദൈവമേ, അത് നമ്മൾ നേരിട്ട് വിളിച്ച് തന്നെ കേൾക്കണം. സെയിം സാധനം. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നിങ്ങൾ ആദ്യം ഈ വിളിച്ച കോളേജിൽ തന്നെ നിങ്ങൾ വിളിച്ച് സംസാരിക്കുമല്ലോ കോളേജസ്, ഈ ഈ ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾ എന്താണെന്ന് അറിയോ, വേറൊരു നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ സെയിം നമ്പറിൽ നിന്നോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കും. ഓക്കെ, ഞാൻ ഫാംഡി കഴിഞ്ഞ ഒരാളാണ്, അവിടെ ടീച്ചിങ് വേക്കൻസി ഉണ്ടോ? ചുമ്മാ ചോദിച്ചു പോകണം, അവിടെ ടീച്ചിങ് വേക്കൻസി ഉണ്ടോ? അപ്പോൾ ഇതേ അക്കാഡമിക്കലി നമ്മൾ ചെല്ലുവാണ്, പഠിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുവാണ് എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് പറയുന്ന ആ സോഫ്റ്റ്നെസ്സോ നമുക്ക് തരുന്ന ആ വാഗ്ദാനങ്ങളോ നമുക്ക് തരുന്ന ഒരു കുന്തവും തൊട്ടടുത്ത നിമിഷം നിങ്ങളൊരു ഒരു വേക്കൻസിക്ക് വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ളൊരു വേക്കൻസിക്ക് വേണ്ടി അതേ കോളേജിലോട്ട് വിളിക്കുമ്പോൾ പോലും അവർ ഫാമിലി കഴിഞ്ഞാണോ ഇപ്പോൾ ഇവിടെ വേക്കൻസി ഒന്നുമില്ല, ഞങ്ങൾ PhD നോക്കുന്നത്, ഞങ്ങൾ അവരെയാണ് നോക്കുന്നത്, ഞങ്ങൾ ഇവരെയാണ് നോക്കുന്നത്. അപ്പം ആ ഒരു വ്യത്യാസത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ വെറുതെ ഈ തള്ളുന്ന. ഞാൻ പഠിക്കാൻ കയറിയ സമയത്തൊക്കെ, ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ ഇത്ര എനിക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഐ വുഡ് ഹാവ് ചൂസ് സംതിങ് എൽസ്, സംതിങ് ബെറ്റർ. ഇതൊരിക്കലും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിലും നല്ല ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ബട്ട് നല്ല റിയാലിറ്റിയോ നല്ലതാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷേ എനിക്കറിയത്തില്ല. ഞാൻ നോർമലി ഞാനുൾപ്പെടെയുള്ള ഫാമിലിക്കാർ, പഠിച്ചിറങ്ങിയവർ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ, എക്സ്പീരിയൻസ് പറയണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ച ഒരുപാട് പേരുടെ കമൻറ്റ്, വേണ്ട മക്കളെ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ എടുക്കുക. അപ്പം ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഇന്ന് നന്നാവും, നാളെ നന്നാക്കും, ഇന്ന് അവർ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും, നാളെ അവർ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ പറയും. പക്ഷെ വെറുതെയാണ്. ഒരു ഇപ്പം ഞാൻ 2018 പഠിക്കാൻ കയറിയപ്പം ആൾക്കാർ പറഞ്ഞു 24 പഠിച്ചിറങ്ങുന്നത്. അപ്പോഴത്തേക്കും കണ്ടോ ഇന്ത്യയിൽ വരാൻ പോകുന്ന തേങ്ങാക്കൊല, മാങ്ങാത്തൊലി, നത്തിങ് ഹാസ് ഹാപ്പൻഡ്. 2026 ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഈ മൊമെന്റിൽ പോലും ഒരു തേങ്ങായി മാറിയിട്ടില്ല എന്നുള്ള സത്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. സോ നെക്സ്റ്റ് എബ്രോഡ്. ഇനി എല്ലാവരും പറയാൻ പോകുന്നത് ഇന്ത്യയിൽ കിട്ടിയില്ലോ അങ്ങനെ എബ്രോഡ് എബ്രോഡ് പോകാൻ പ്ലാനുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് പറയുന്നത് വളരെ ചീപ്പാണ് എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ എബ്രോഡ് പോകാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾ പുറത്ത് ജോലിയുള്ളൊരു പയ്യനെ കല്യാണം കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ പുറത്ത് ജോലിയുള്ളൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് ആവേണ്ടി വരും. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അനുഭവമേ. എൻ്റെ പേഴ്സണൽ അനുഭവമല്ല, എനിക്കറിയാവുന്ന ആൾക്കാർ പറഞ്ഞത് അങ്ങനെയാണ്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി പഠിച്ച കുറേ സീനിയേഴ്സ് ഇതുപോലെ പുറത്തുള്ള പയ്യന്മാരെ കെട്ടി അവിടെ പോയി പിള്ളേരെ നോക്കി ഇരിപ്പുണ്ട്. അല്ലാതെ അവരാരും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആയിട്ട് കയറിയവരെയൊന്നും എനിക്കറിയത്തില്ല.
എൻ്റെ ഇപ്പോൾ ഇവിടൊക്കെ വലിയ ആള് കളിച്ച് കാണുന്ന സീനിയേഴ്സൊക്കെ പുറത്ത് പോയിട്ട് കുട്ടികളെ നോക്കുക, അല്ലാണ്ട് പുറത്തുള്ള ചെക്കന്മാരെ കിട്ടി കുട്ടികളെ നോക്കുക, അല്ലാണ്ട് കുട്ടികളെ നോക്കുന്ന മോശം പരിപാടിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പുറത്തങ്ങ് സാധ്യതയുള്ള ഉണ്ട് എന്നൊക്കെ ഈ പറയുന്ന സൊസൈറ്റി പറയുന്നതൊന്നും പുറത്ത് അങ്ങനെ അതൊരു വശം. ഇനി രണ്ടാമത്തെ കാര്യം, സാലറി പുറത്തു പോയാൽ നല്ലതായിരിക്കും. കേരളത്തിലെ വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണ്. ഹോസ്പിറ്റലിൽ കയറിയാൽ നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് നമുക്ക് സാലറി കിട്ടുന്നില്ല, വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണ്. അതേസമയം നമ്മൾ പുറത്ത് ചെല്ലുവാണെങ്കിൽ പുറത്ത് പോകാനുള്ള കുറേ കടമകളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അത് കഴിഞ്ഞിട്ട് സാലറിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ പുറത്ത് USA, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ് പോലത്തെ രാജ്യമല്ലേ ഇത്. അപ്പം അവിടെയൊക്കെ ഫാമിലി ഇസ് എ ഗുഡ് ഓപ്ഷൻ, നല്ല ഡിമാൻഡുള്ള ഇതൊക്കെയാണ്. പക്ഷെ ഇവിടോട്ടൊക്കെ പെടണമെങ്കിൽ ഈസിയസ്റ്റ് വേ ഈസ് ആസ് യു ഓൾ നോ സ്റ്റുഡൻറ്റ് വിസയാണ്. അപ്പം സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണം, നല്ലൊരു കോഴ്സ് എടുത്ത് പുറത്ത് പോകണം. അതിന് നമ്മൾ ഇവിടെ ഫാമിലി പഠിച്ചതിൻ്റെ ഇരട്ടി പൈസയാവും. അത് നിങ്ങൾക്കറിയാം, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. പഠിക്കാൻ പോവാൻ ഇവിടെ ചിലവാക്കേണ്ട ഇരട്ടി പൈസ ചിലവാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞത് M.Pharm എന്ന് പറഞ്ഞൊരു കോഴ്സ്, B.Pharm എന്ന് പറഞ്ഞൊരു കോഴ്സ് നാട്ടിലെടുക്കുക. അതൊരു ഒരു ഗവൺമെൻറ് കോളേജിൽ M.Pharm പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ ഉണ്ടാകുന്ന ഗുണം, അധികം ഫീസില്ലാതെ B.Pharm പഠിച്ച് B.Pharm ആണ്, B.Pharm പഠിച്ച് ഒരു ഗവൺമെൻറ് കോളേജിൽ B.Pharm പഠിച്ച് അത്യാവശ്യം നല്ലൊരു സ്കോറൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് പുറത്ത് പോകാൻ M.Pharm എടുക്കാൻ പോവാം. സ്റ്റുഡൻറ്റ് വിസ എടുക്കാം, സുഖം എന്ന് വെച്ചാൽ അവിടെ പോയാലും പഠിക്കണം, കഷ്ടപ്പാടുണ്ട്, എബ്രോഡ് ലൈഫാണ്. പക്ഷെ ആ ഒരു സിമ്പിൾ പാത്താണത്. അല്ലാതെ ഫാമിലി എടുത്തിട്ട് പിന്നെയും പഠിക്കാൻ പുറത്തു പോവുക, മേക്ക് നോ സെൻസ് ടു മീ അറ്റ്ലീസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ PhDs ചെയ്യാൻ പോകണം. പക്ഷെ അത് നല്ല പാടാണ്, അറിയായിരിക്കുമല്ലോ. അത് നല്ല പാടാണെന്ന് വെച്ചാൽ PhDസിന് ഒരുപാട് ട്രൈ ചെയ്തതാണ്, അതിൻ്റെ പല സാമ്പിൾ സ്റ്റഡീസിൻ്റെയും ഭാഗമായ ഒരാളാണ് ഞാൻ. അപ്പം അറിയാലോ. അപ്പം അതാണ്. ഇനിയിപ്പം പുറത്ത് പോയി കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ റെക്കഗ്നീഷൻ ഉണ്ട്, പ്രിസ്ക്രൈബിങ് കപ്പാസിറ്റീസ് ഉണ്ട്, നമുക്ക് സാലറി അടിപൊളിയാണ്, ലൈഫ് സ്റ്റൈൽ അറിയായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് നിങ്ങൾ എബ്രോഡുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ ലൈഫ് കാണുന്നതാണ്. ലൈഫ് സ്റ്റൈൽ നല്ലതാണ്, സാലറി ഉണ്ട്, റെക്കഗ്നീഷൻ ഉണ്ട്. അതേപോലെ വർക്ക് ലോഡ് വളരെ കുറവെന്ന് വെച്ചാൽ ഇവിടെ ആഴ്ചയിൽ 6 ദിവസവും പണിയെടുക്കണം. മറ്റേ സിനിമയിൽ പറഞ്ഞ പട്ടിപ്പണി, പിച്ചക്കാശ്, രാജപദവിയൊന്നും ഇല്ല. എന്നാലും പക്ഷെ പുറത്തു പോയാൽ അത്യാവശ്യം ജോലി ചെയ്താൽ നല്ല സാലറി ഉണ്ടാക്കാം, നല്ല റെക്കഗ്നീഷൻ ഉണ്ട്. അതുപോലെ തന്നെ നല്ല വിലയാണ്. നമ്മൾ ഫാർമസിസ്റ്റ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്, ഈവൻ ആ ഡ്രഗ് സ്റ്റോർ ഫാർമസിസ്റ്റ് നല്ല വിലയാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പുറത്തു പോവാൻ IELTS, OET, RPTE യു മസ്റ്റ് ക്രാക്ക് ദാറ്റ്. അത്യാവശ്യം നല്ലതാണ്. IELTS ഞാൻ എഴുതിയതാണ്, ഓവറോൾ 8 ബാൻഡ് ഉണ്ടായിരുന്നു. IELTS ഞാൻ ഓൺലൈനാണ് പഠിച്ചത്. ഞാൻ ICC പഠിച്ച ഒരാളാണ്. അപ്പം ടു ബി ഓണസ്റ്റ്, ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്തത് ആ പാറ്റേൺ മനസ്സിലാക്കാനും എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിലും ഒക്കെയാണ്. ഓവറോൾ എനിക്ക് 8 ബാൻഡ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. ഞാൻ IELTS പുറത്ത് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഇതിൽ എഴുതിയതാണ്. പക്ഷേ എന്നിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ തന്നെ കാരണം കയ്യിൽ നിൽക്കാത്ത പോലത്തെ എമൗണ്ട്. എൻ്റെ വീട്ടുകാരൊക്കെ ഓക്കെ ആയിരുന്നു, പൊക്കോ രക്ഷപ്പെട് പക്ഷെ എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് അത് പറ്റിയില്ല. കാരണം കോഴ്സ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചത് ഓക്കെ പുറത്ത് പോകണം, എങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതി. പക്ഷെ കോഴ്സ് കഴിഞ്ഞ് നാട്ടിലൊരു ജോലി ചെയ്ത് തുടങ്ങുമ്പോഴാണ്, സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് ആ പൈസയുടെ വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ ഞാൻ തന്നെ എന്നിട്ട് ആലോചിച്ചു, എന്തിനാ പാരൻസിൽ പിന്നെയും ശരി അവിടെ ചെന്ന് പാർട്ട് ടൈം ഒക്കെ ചെയ്ത് നമ്മൾ അടയ്ക്കുമെങ്കിലും എന്തിനാണ് അത്രയും വലിയൊരു പിന്നെയൊരു ഇതെടുക്കുന്നേ. എനിക്കത് ഒട്ടും ഡൈജസ്റ്റ് ആവാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അങ്ങനെയൊക്കെ ചിന്തിക്കും, പക്ഷെ കോഴ്സ് കഴിഞ്ഞ് നമ്മളും ആ ഒരു പ്രോസസ്സിൻ്റെ കൂടെ, ആ ഒരു കോഴ്സിൻ്റെ കൂടെ നമ്മളും വളരും, നമ്മുടെ ചിന്താഗതി വളരും, നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ മാറും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കും. ഞാൻ അങ്ങനെ ചിന്തിച്ച് മാറിയ ഒരാളാണ്. അപ്പം IELTS ഞാൻ എഴുതി,
ക്രാക്ക് ചെയ്തു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്തു. പക്ഷെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫാമിലിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെയും അത്രയും എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു പാട് തന്നെയായിരുന്നു. എനിക്കത് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനോ ഡൈജസ്റ്റ് ചെയ്യാനോ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം IELTS, OET, PT ഇത് എന്തെങ്കിലും ക്രാക്ക് ചെയ്യണം. പിന്നെ ഓരോ നാടിനും ഓരോ സാധനമാണ്. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കൺട്രി പോലെ സ്പെസിഫിക് ആയിട്ട് ഇരിക്കും. ഇനിയിപ്പം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലത്തെ കൺട്രി ആണെങ്കിൽ നേരത്തെ കാറ്റ്സ് എന്ന് പറയുന്നൊരു എക്സാം ആയിരുന്നു, അതാണ് ക്രാക്ക് ചെയ്യേണ്ടത്. ഇപ്പം ഒപ്ര എന്ന് പറയുന്നൊരു എക്സാമാണ്. പിന്നെ ഇതൊക്കെ റിസ്ക് നല്ലതായിട്ടുണ്ട്. കാരണം ഒരു എക്സാമിന് നമ്മുടെ നാട്ടിലെ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്താവും. 1.5 ആണോ 1.20 ടു അത്ര ഏകദേശം. പഠിക്കാൻ ഇതിൻ്റെ കോച്ചിങ് ഫീസ് നല്ല എമൗണ്ട്. IELTS ഞാൻ ഇരുന്ന സമയത്ത് കോച്ചിങ് 8,000 രൂപയും എക്സാം രജിസ്ട്രേഷൻ 16,000 രൂപയായിരുന്നു. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയോണ്ട് നന്നായി, അല്ലെങ്കിൽ പിന്നെയും ഞാൻ എഴുതണമായിരുന്നു. പക്ഷെ ഇപ്പം അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് ആണ്. പറ്റുന്നവരൊക്കെ എഴുതി നോക്കുക, രസമാണ്. അപ്പം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആണെങ്കിൽ അതും നമ്മൾ ഡയറക്റ്റ് ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവത്തില്ല. ഈ ഒപ്രയോ ക്യാപ്സോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ 1 വർഷം ഇന്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ OSCE എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്. അവിടുത്തെ ഓവർസീസ് ഫാർമസിസ്റ്റ് വരുന്നവർക്കൊക്കെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു രജിസ്റ്റേർഡ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാം ഉണ്ട്. അത് നമ്മൾ പാസ്സാവണം. അത് നമ്മൾ പാസ്സായി അതിൽ ഈ അവിടുത്തെ നിയമങ്ങൾ, ജൂറിസ് പഠിക്കാനുണ്ട്. അതുപോലെ തിയറി, പ്രാക്ടിക്കൽ ബേസ്ഡ് വൈവ പോലത്തെ ഫേസ് ടു ഫേസ് നേരിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാലാണ് ഈ OSCE എന്ന് പറയുന്ന എക്സാം പാസ്സായാലാണ് നമ്മൾ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവും. പക്ഷെ വൺസ് നമ്മൾ അവിടെ ഒരു ഇന്റേൺഷിപ്പിന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സാലറി കിട്ടും. നമുക്ക് പിന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പഠിക്കാൻ പറ്റും എന്നാണ് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അതുമായിട്ടുള്ളൊരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാറില്ല. പക്ഷെ എന്നാലും അതൊരു നല്ലൊരു പ്രോസസ്സാണ്. ഒരു 1 to 2.5 years പുറകെ നടന്ന് അച്ചീവ് ചെയ്യേണ്ട ഒരു സാധനമാണ്. വൺസ് നമ്മളത് ക്രാക്ക് ചെയ്ത് നമ്മൾ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് തിരിഞ്ഞു നോക്കേണ്ട സെറ്റാണ്. അപ്പം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അങ്ങനെയാണ്. അതേസമയം US-ലാണെങ്കിൽ FPGE എന്ന് പറയുന്നൊരു എക്സാമാണ്. അത് ഭയങ്കര ടഫാണ്. ടഫസ്റ്റ് കൈൻഡ് ഓഫ് ഒരു എക്സാമാണ്. അതിന് തന്നെ ഒരു 3-4 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂസ് ആൻഡ് എക്സാംസ് ഉണ്ടെന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ UK ആണെങ്കിൽ OSPAP, അതും ഒരു ബ്രിഡ്ജിങ് പ്രോഗ്രാം പോലത്തെ ഒരു സാധനമുണ്ട്. അതിന് നല്ല ചിലവാണ്. 13 ലക്ഷം 13 lakhs സംതിങ് അത്ര എന്തോ ആവും. പിന്നെ കാനഡയ്ക്ക് നാപ്ലെക്സ് ആണോ PBC ആണോ PBC നാപ്ലെക്സ് അല്ലെന്ന് തോന്നുന്നു. PBC കൈൻഡ് ഓഫ് അതും ഒരു എക്സാം ഉണ്ട്. അതും ഇതുപോലെ കുറേ 3-4 റൗണ്ട് ഓഫ് എക്സാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ഓരോ എക്സാമിനും 1 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് ഇടയ്ക്കാകും. ഇതൊക്കെ രജിസ്റ്റർ ചെയ്യണമെങ്കിലും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അറ്റസ്റ്റേഷൻ, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അതും നല്ല സമയമെടുക്കും. നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുറത്തുള്ള എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പഠിച്ചാൽ മാത്രം പോരാ, അതിനുള്ള പൈസയും വേണം. പിന്നുള്ളത് നമ്മുടെ ഗൾഫ് GCC കൺട്രീസ് ഒക്കെയാണ്. DHA, MOH, HAD, പിന്നെ സൗദിയുടെ എക്സാം, പിന്നെ പ്രോമെട്രിക്സ്, അതുപോലെ അതെല്ലാം അറ്റസ്റ്റ് ചെയ്യണം. അതിനൊരു സ്പെഷ്യൽ ഫീസ് ഉണ്ട്. പിന്നെ ഈ എക്സാംസ് ഒക്കെ എഴുതണമെങ്കിൽ മിനിമം 2 years ഓഫ് ഇന്ത്യയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ഈ GCC എക്സാംസ് ഇല്ലേ, അതൊക്കെ മിനിമം ഇന്ത്യയിൽ 2 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ GCC കുറച്ചും കൂടെ എളുപ്പമാണ് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ. മറ്റേതിന് അത്രയും പൈസ ഇല്ല. പക്ഷെ എന്താ പ്രശ്നം? 2 വർഷം ഇന്ത്യയിലെ എക്സ്പീരിയൻസ് വേണം. അതൊരു പ്രശ്നമാണ്. പിന്നെ ട്രെയിനി ഫാർമസിസ്റ്റ് ആയിട്ട് പോവാം, അങ്ങനെ പോകുന്നവരുണ്ട്. പക്ഷെ അതിനും ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഡേറ്റ ഫ്ലോ ചെയ്യണം, അറ്റസ്റ്റേഷൻ ചെയ്യണം, അതിനൊക്കെ അത്യാവശ്യം നല്ല പൈസയാടാ. നമുക്ക് ഒരു 3-4-5 മാസത്തെ സാലറി ഇന്ത്യയിൽ കൂട്ടി വെച്ചാലാണ് ഇതൊക്കെ നമുക്ക് വൺസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പുറത്തോട്ട് പോകാന്ന് പറഞ്ഞാൽ തൊട്ടാ പൈസയാണ്. അപ്പം ഈ പൈസ നമുക്ക് നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പോകാന്ന് വിചാരിച്ചാൽ ഒരു 3-4-5-6 വർഷത്തെ എമൗണ്ട് ഒക്കെ ഒന്നിച്ച് വെച്ചാൽ പോലും, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ. അപ്പം എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് സ്വരുക്കൂട്ടി വെക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ കുറേ റിയൽ വേഴ്സസ് റിയൽ എന്ന് പറയത്തില്ല, അതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. അതൊന്നും ഈ പറയുന്ന ഒരു മനുഷ്യരും പറഞ്ഞു തരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ
എക്സ്പെൻസസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ എക്സാം എഴുതുന്ന മാത്രമല്ല, ഇതിനൊക്കെ കോച്ചിങ്ങിന് പോകണം. കാരണം ഇതിനൊക്കെ ഓരോ എക്സാമിനും ഓരോ പാറ്റേണാണ്. അത് ഓരോ വർഷം തോറും മാറി മാറിയിരിക്കും. ഈ ക്യാപ്സ് ഇപ്പം മാറിയിട്ട് ഒപ്പറേ ഞാൻ പറയില്ല, അങ്ങനെ കുറേ മാറ്റങ്ങൾ ചിലപ്പോൾ ഓരോ 6 മാസം കൂടിയിരിക്കുമ്പോഴായിരിക്കും ഈ മാറ്റങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതിനൊക്കെ ചെലവ്, ഇതിൻ്റെ എക്സ്പെൻസസ്, ഇതിന് കോച്ചിങ്, എക്സാമിന് രജിസ്ട്രേഷൻ, അറ്റസ്റ്റേഷൻ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ പൈസ വേണം. ആ പൈസ നമുക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടത്തില്ല. അതിനും നമ്മുടെ പാരൻസിനെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സ്റ്റുഡൻറ് ലോണൊക്കെ എടുത്ത് പഠിക്കുന്ന ആൾക്കാർ ലോൺ അടയ്ക്കാൻ പോകും, ഈ എക്സാമിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുമോ? അപ്പം ഇതൊന്നും ആരും പറഞ്ഞു തരാത്ത പച്ച പരമാർത്ഥമാണ്. ദിസ് ഇസ് റിയാലിറ്റി, ആൻഡ് ദിസ് റിയാലിറ്റി വൺസ് നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ഹിറ്റ് യു സോ ഹാർഡ്. സോ ഹാർഡ് എന്ന് വെച്ചാൽ ഒരുപാട് നമ്മളെ വല്ലാണ്ട് ബാധിക്കും. പക്ഷെ നമ്മളിതെല്ലാം അറിഞ്ഞിട്ട് പഠിക്കാനാണെങ്കിൽ ആ ഒരു രീതിയിൽ മനസ്സിലാക്കുക. വേറെ ആരും ഇല്ല, എന്തൊക്കെ സ്വന്തമായി ഇരുന്ന് ആൾക്കാരോട് ചോദിച്ച് അവരോട് ഇവരോട് മറ്റവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, ഗൂഗിളിൻ്റെയും നെറ്റിൻ്റെയും പല ഏജൻസീസിലും പലയിടത്തും വിളിച്ച് ചോദിച്ചൊക്കെ അങ്ങനെ സോർട്ട് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ എക്സാം അറ്റൻഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്ന് ഒരിടത്തൊക്കെ പോകണമെങ്കിൽ തന്നെ 2 തൊട്ട് 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആകും. അതൊന്നും ആരും പറഞ്ഞു തരുന്നില്ല. അതുപോലെ ഈ പൈസ, ഇപ്പം നമ്മൾ ഈ 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു എക്സാം എഴുതാൻ പോവാം. ഇൻ കേസ് നമുക്കത് കിട്ടിയില്ലെങ്കിൽ ആ 1 ലക്ഷം രൂപ പോയി. അടുത്ത 1.5 ലക്ഷം വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത എക്സാം രജിസ്റ്റർ ചെയ്യാൻ. നമ്മളത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളവിടെ ഒരു രജിസ്റ്റേർഡ് ആളായി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സോർട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അങ്ങനെ സോർട്ടായിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്. അല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു മിഡ് 40s-ലോ മിഡ് 30s-ലോ ഒക്കെ ലൈഫ് സെറ്റായ ആൾക്കാരായിരിക്കും. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫാമിലിയോ ഏത് കോഴ്സും പഠിച്ചിറങ്ങി ഉടനെ ഒന്നും സെറ്റാകാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഫാമിലി. പിന്നെ ഇതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു, എളുപ്പം എന്നും ഞാൻ പറയുന്നില്ല, കുറച്ചും കൂടെ ലൈഫ് സെറ്റ് ആവാനായിട്ടുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നൊരു 2 വർഷം എങ്ങനെയെങ്കിലും എക്സ്പീരിയൻസ് ഒപ്പിച്ചെടുക്കുക. ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പുറത്ത് പോകാനുള്ളവർക്ക്. ഒരു 2 years ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്, അതും കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 2 ഹോസ്പിറ്റലോ 3 ഹോസ്പിറ്റലൊക്കെ മാറി നിൽക്കുവാണെങ്കിൽ നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റ ഫ്ലോ ചെയ്യുമ്പോൾ ഓരോ എക്സ്പീരിയൻസിനും ഓരോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന അനുസരിച്ച് എന്തുവാണ് പൈസ. അപ്പം മാക്സിമം ഒരു 2 വർഷം പിടിച്ച് നിന്നിട്ട് GCC-ലോട്ടുള്ള എക്സാംസ് എഴുതി അവിടെ നിന്ന് അത്യാവശ്യം പൈസ ഉണ്ടാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സേവ് ചെയ്ത് പിന്നെ ഈ പറയുന്ന ബിഗർ കൺട്രീസിലോട്ടുള്ള എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ റിയാലിറ്റി ഇതാണ്. ആരും പറഞ്ഞു തരാത്തൊരു സാധനം ഇതാണ്. നമ്മൾ ഈ പഠിച്ചിറങ്ങി കഴിഞ്ഞ ഒരു 1 തൊട്ട് 4 വർഷത്തിനിടയ്ക്കുള്ളൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. വേറൊരു പ്രൊഫഷൻ്റെയും പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ച പ്രൊഫഷൻ്റെ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത്. അപ്പം ഇപ്പം 12th എക്സാമൊക്കെ കഴിഞ്ഞ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നീറ്റ് കിട്ടാതെ, അല്ലെങ്കിൽ നീറ്റിൻ്റെ റിസൾട്ട് വന്ന് അങ്ങനെ ക്യാൻവാസിങ്ങും കാര്യങ്ങളൊക്കെ ഏജൻസീസും കോളേജസും സ്റ്റഡി അബ്രോഡും ഒക്കെ ആൾക്കാർ ഇങ്ങനെ നമ്മളെ വലവീശി പിടിക്കുന്ന ടൈമിൽ തന്നെ ഇതിടണം എന്ന് എനിക്കുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഓൾ. എനിക്ക് ഫാംഡിനെ പറ്റിയാണ് അറിയുന്നത്, ബിക്കോസ് ഞാനതാണ് പഠിച്ചത്. എനിക്കറിയാവുന്ന ആൾക്കാരും എൻ്റെ ഫാമിലി ആരും ഇല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സും അറിയാവുന്ന ആൾക്കാരൊക്കെ കൂടുതലും ഫാമിലിയാണ്. അപ്പം സീനിയേഴ്സുണ്ട്, ജൂനിയേഴ്സുണ്ട്, പുറത്തുള്ളവരുണ്ട്, അകത്തുള്ളവരുണ്ട്, കരിയർ സ്വിച്ച് നടത്തി ടീച്ചിങ്ങിലോട്ട് പോയ ആൾക്കാരുണ്ട്, കോർപ്പറേറ്റ് ലൈഫ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇതൊന്നും ഇല്ലാതെ അബ്രോഡുള്ള ആൾക്കാരെ കല്യാണം കഴിച്ച് അവിടെ പോയവരുണ്ട്, ഈ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് പുറത്തു പോയവരുണ്ട്, പഠിക്കാൻ പോയ ആൾക്കാരെ അറിയാം. പല ആൾക്കാരോടും സംസാരിച്ച് എല്ലായിടത്തുനിന്നും എല്ലാവരുടെയും അഭിപ്രായങ്ങളും എല്ലാം കൂടെ കൂട്ടി ചെയ്തൊരു വീഡിയോ ആണിത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് യു. കറക്റ്റ് ആൾക്കാരിൽ എത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവർ ഞാൻ പറയുന്ന കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബോധോദയം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എടുത്തു പറയുന്നു, ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കേട്ട, കണ്ട, അറിഞ്ഞ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്. പേഴ്സണലി ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. സോ ഞാൻ ഡിമോട്ടിവേറ്റും ചെയ്യുന്നില്ല, ഒത്തിരി അങ്ങ് മോട്ടിവേറ്റും ചെയ്യുന്നില്ല. ബാക്കിയൊക്കെ ഇത്രയും കേട്ടറിഞ്ഞിട്ട്
നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.